പ്രവാചകൻ പറയാറുണ്ടായിരുന്ന വേറെയും ദിക്റുകളുണ്ട്. അവയെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമ അവരിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്നഹു കാന യഖൂലു ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ ഹീന യുസല്ലിമു. അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്ന ദീന് കേട്ട് പഠിച്ച അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമ ഒരു പറയാണ്, അദ്ദേഹം എന്തു ചെയ്യാറുണ്ട്? സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫദ്ലു വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഈ ദിക്ർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമ നിസ്കാരത്തിന്റെ ശേഷം പറയാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ദിക്ർ ചൊല്ലിക്കേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹല്ലിലു ബിഹിന്ന ദുബറ കുല്ലി സ്വലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു യുഹല്ലിലു ബിഹിന്ന, ഈ തഹ്ലീലുകൾ കൊണ്ട്, ഈ തഹ്ലീലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അതിനു പുറമെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ വീണ്ടും പറയൽ സുന്നത്തുണ്ട്. അതിന്റെ കൂടെ നമുക്ക് മഹാഭൂരിപക്ഷ ആളുകൾക്കൊന്നും അറിയാത്തൊരു ദിക്റാണിത്. നിസ്കാരത്തിന്റെ ശേഷം പല ആളുകൾക്കും ഈ ദിക്റിനെ പറ്റി അറിഞ്ഞുകൂടാ. അവിടെ നമ്മളത് പഠിക്കണം. എന്താണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫദ്ലു വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. വളരെയേറെ ചിന്താവഹമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുന്ന തൗഹീദിന്റെ ആശയം തന്നെ മനസ്സിൽ അരക്കിത്തുറപ്പിക്കുന്ന ദിക്റുമാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചല്ലോ. അതേപോലെ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇവിടെയും പറയൽ സുന്നത്തുണ്ട്. ഇതിന്റെ തുടർച്ച എന്നോണം പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത, ഒരു ശക്തിയും ഒരു കഴിവും ഇല്ല തന്നെ, ഇല്ലാ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. വീണ്ടും പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അവനെ ഒഴികെ ഞങ്ങൾ ആരാധിക്കുകയേയില്ല. വലാ നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നതല്ല, ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ. ലഹുൻ നിഅമതു, അവനാണ് നിഅമത്തുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ നിഅമത്തും അവനിൽ നിന്നാണ്. വലഹുൽ ഫദ്ലു, സർവ്വ ഔദാര്യവും അവന്റേതാണ്. വലഹുസ് സനാഉൽ ഹസൻ, എല്ലാ നല്ല പ്രശംസക്കും യോഗ്യനും അർഹനും അല്ലാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ അല്ലാഹുവിന് ഇഖ്ലാസുള്ളവരാക്കിയ നിലയിൽ ഞങ്ങളിതാ വീണ്ടും പ്രഖ്യാപിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലൗ കരിഹൽ കാഫിറൂൻ. കാഫിറുകൾക്ക് ഈ തൗഹീദും ഇഖ്ലാസുമൊക്കെ വെറുപ്പാണെങ്കിലും, കാഫിറുകളായ ആളുകൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലയും അതിന്റെ ആശയത്തോടുമൊക്കെ വെറുപ്പാണെങ്കിലും ഞങ്ങളത് ഇഖ്ലാസോടുകൂടി പ്രഖ്യാപിക്കുന്നു എന്ന അർത്ഥം വരുന്ന സർവപ്രശംസയും അല്ലാഹുവിനാണ്. എല്ലാ ഔദാര്യവും അവന്റേതാണ്.
എല്ലാ നിഅമത്തും അവനുള്ളതാണ്, അവനിൽ നിന്നാണ്. ഈ നിലക്കൊക്കെയുള്ള ആശയം വരുന്ന ദിക്ർ കൂടി എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു.